ഹലോ, അപ്പോൾ കുറേ കാലത്തിന് ശേഷമുള്ള നമ്മുടെ ഒരു ലോങ് വീഡിയോ ആണ് ഇത്. എല്ലാവരും കൂടെ എവിടേക്ക് പോകണു എന്നായിരിക്കും അല്ലേ? അതെ, അങ്ങനെ ഞാനും പാപ്പും കാത്തിരുന്ന് ആ ദിവസം എത്തി. ഞങ്ങൾ അവളുടെ അപ്പയുടെ അടുത്തേക്ക് പോവാണ്, പഞ്ചാബിലേക്ക്. ഇനിയുള്ള കുറച്ച് ഡേയ്സ് നമ്മൾ പഞ്ചാബിലായിരിക്കും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ പുതിയ വ്ളോഗ്സിൽ കാണാം. ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി, ചെക്കിനൊക്കെ കഴിഞ്ഞു. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. പാപ്പുവിന് പുതിയൊരു ഡോളിനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൾ അടങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്നാലേ ആൾ കുറച്ചൊന്ന് നമ്മുടെ കയ്യിൽ നല്ല നല്ല കുട്ടിയായിട്ടിരിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റ് കയറി. പാപ്പു നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നു. അലമ്പുകൾ ഉണ്ടായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അലമ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കയ്യിലുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്തു കൊടുത്തു. കാരണം ഞങ്ങൾക്ക് കഴിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എയർപോർട്ടിലെത്തിയ ശേഷം. പക്ഷേ ഇത്തിരി സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഉള്ളിൽ കയറി, ഫ്ലൈറ്റിൽ കയറി. അവിടുന്ന് പിന്നെ അവൾക്ക് വേണം പറഞ്ഞപ്പോൾ സ്നാക്സ് 1-2 എടുത്തു കൊടുത്തു. പിന്നെ ഫ്ലൈറ്റ് എടുത്തതിന് ശേഷം അവൾ ഉറങ്ങും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അവൾ ഉറങ്ങി. ഞാൻ പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇനിയുള്ള ഡേയ്സിൻ്റെയൊക്കെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫ്ലൈറ്റിലാണെങ്കിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ സീറ്റിൽ ഞാനും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യത്തിലധികം കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ഉറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഉറങ്ങാനുള്ളൊരു നിവൃത്തിയില്ല. ഫൈനലി ഞങ്ങളിതാ അവിടെ എയർപോർട്ടിലെത്തി. അവളുടെ അപ്പേനെ കണ്ടപ്പോൾ അവൾ കുറച്ച് വെയിറ്റ് ഇട്ടു. പക്ഷേ പിന്നെ ഭയങ്കര ഹാപ്പിയായി, സംസാരമായി, ചിരി കളിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ കാണുന്ന ഞാൻ എയർപോർട്ടിൻ്റെ ജസ്റ്റ് ഒരു ലുക്ക് എടുത്തു എന്നേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്തു. ഇതാണ് ഞങ്ങളുടെ ഊബറുടെ ഡ്രൈവർ. അപ്പോൾ ചേട്ടന് ആളോട് ഭയങ്കര സംസാരിക്കുകയായിരുന്നു. എനിക്ക് പിന്നെ ഹിന്ദി അറിയാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒന്നും മനസ്സിലാവില്ല. പിന്നെ അപ്പയും മോളും ഭയങ്കര ഹാപ്പി. അവർ കുറേ നേരം ചിരിയും കളിയൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ട്രെയിനിനായിരുന്നു പോകാണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.